മനുഷ്യ ജീവിതം സുഖദുഃഖപൂരിതമാണ്. വേദനകളില്ലാത്തൊരു ജീവിതമില്ല. എന്നാൽ വേദനയെ വെല്ലുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവൻ്റേത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ നോയമ്പിൻ്റെ ദിവസം ഒന്ന് വിചിന്തനം ചെയ്യാം. ബലഹീനമായ കരങ്ങളെ ശക്തമാക്കുവാൻ അവയുടെ പിന്നിൽ ബലിഷ്ഠമായ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. തൻ്റെ മക്കളെക്കുറിച്ച് വളരെ കരുതലുള്ള ദൈവം തൻ്റെ പദ്ധതികളിലൂടെ നമ്മെ സദാ വഴി നടത്തുന്നു. മാനസിക ആഘാതങ്ങൾ നിരന്തരം നമ്മെ അലട്ടുമ്പോൾ നമുക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും വിട്ടു നിൽക്കുവാനുള്ള പ്രേരണ ഉണ്ടാകുക സ്വാഭാവികമാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനർത്ഥങ്ങളുമൊക്കെ നമ്മെ നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യബുദ്ധിക്ക് ഗ്രാഹ്യമായ സമസ്ത ദുഃഖങ്ങൾക്കും ഉത്തരമേകുന്നവൻ സർവശക്തരായ ദൈവമത്രേ. ജീവിതത്തിൽ വേദനകളും സഹനങ്ങളും കഷ്ട അരിഷ്ടതകളും പീഡനങ്ങളുമൊക്കെ നാം എങ്ങനെ വീക്ഷിക്കുന്നുവോ അതിനെ ആസ്പദമാക്കിയാണ് നാം അവയെ ക്രിയാത്മകമായി സ്വീകരിച്ച് ജീവിതത്തിൽ അർത്ഥവും മൂല്യവും കണ്ടെത്തുന്നത്. അപ്രതീക്ഷിതമായി പല പല ദുഃഖങ്ങളും ദുരിതങ്ങളും അഗ്നി പരീക്ഷണങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ഒരു വസ്തുത വളരെ വ്യക്തം: ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെക്കുറിച്ച് തൃപ്തികരമായ ഉത്തരമോ വ്യാഖ്യാനമോ നൽകുവാൻ നിരീശ്വരവാദികൾക്കും ആധുനിക ലൗകായികത ചിന്തകന്മാർക്കും സാധിച്ചെന്ന് വരില്ല. കാരണം അത്ര സങ്കീർണവും സാമാന്യ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവുമാണ് സഹനത്തിൻ്റെ മുഖഭാവങ്ങൾ. ജീവിത വഴിത്താരയിലുടനീളം അനുഭവവേദ്യമാകുന്ന വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ജീവിതത്തെ തളർത്തുവാനും തകർക്കുവാനുമുള്ളതല്ല. നിരന്തരമായ വെല്ലുവിളികളിലൂടെ ജീവിതത്തെ കൂടുതൽ ചലനാത്മകമാക്കി തീർത്താൽ ലഭ്യമാകുന്ന പ്രതിഫലം എത്രയോ വലുതായിരിക്കും. കുരിശിലല്ലാതെ ആത്മപ്രശംസ ഉണ്ടാകാതിരിക്കട്ടെ. കുരിശിലല്ലാതെ കിരീടമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾക്ക് എക്കാലവും പ്രസക്തിയുണ്ട്. അതായത് വെല്ലുവിളികളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതം ജീവിതമല്ല. കുരിശിൻ്റെ പാത തുടരേണ്ടവരാണ് നാം. പാടുപീഡകൾ അനുഭവിച്ച് ക്രൂശിതനായ മിശിഹായാണ് നമ്മുടെ മാതൃക. മൗക്തികൃതനായ യേശുവിലൂടെയാണ് സഹനത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കുക. കുരിശിൻ്റെ ദൈവിക ശക്തിയിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം ശാസ്ത്രത്തിൻ്റെ പരിധിക്ക് അപ്പുറമാണ്. തൻ്റെ എല്ലാ ദുഷ്പ്രവണതകൾക്കും വിരാമമിടുന്ന ഓരോ ക്രൈസ്തവനും ഈ നോമ്പ് നാളിൽ ഒരു വലിയ വിശ്വാസ സത്യമാണ് പ്രഘോഷിക്കുന്നത്. കുരിശ് നാശത്തിലേക്കാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതെത്ര മൗഢ്യം! വ്യാപകാർത്ഥത്തിൽ കുരിശ് യേശുവിൻ്റെ വഴിത്താരയാണ്. ഈ വഴിത്താരയിലൂടെയാണ് ഓരോ ക്രൈസ്തവനും ചരിക്കേണ്ടതെന്ന് ഈ വലിയ നോമ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കുരിശിലാണ് നിത്യരക്ഷ. ഇതാണ് നിത്യമഹത്വത്തിലേക്കുള്ള മാർഗം. ഭൗതികതയിൽ മുങ്ങി നിൽക്കുന്ന നമുക്ക് മിശിഹായുടെ കുരിശിലേക്ക് തിരിയുവാനുള്ള ഉണർവിൻ്റെ ഒരു കാലഘട്ടമായി ഈ നോമ്പിൻ്റെ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം. നല്ല ദൈവം ഈ നോമ്പ് കാലത്ത് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.